അഹദായ തമ്പുരാനിലെല്ലാം സമർപ്പിച്ച് ഹുസൈൻ നോരാടുക്കുന്നു ആടർക്കാളത്തിൽ. അനവധിയ ജബുകളുണ്ട് അവരോട് അടരാടാൻ ഒരുങ്ങുന്നു ആദിക്ഷണത്തിൽ. കുതുകുലം ബഹളത്തിൽ കുതിരകൾ അടിവെച്ച് കുതിച്ചുയരുന്നു പടക്കളത്തിൽ. കുതുകുലം ബഹളത്തിൽ കുതിരകൾ അടിവെച്ച് കുതിച്ചുയരുന്നു പടക്കളത്തിൽ. അഹദായ തമ്പുരാനിലെല്ലാം സമർപ്പിച്ച് ടുക്കുന്നു അടർക്കളത്തിൽ. അനവധി ആജബുകളുണ്ട് അവരോട് അടരാടാനൊരുങ്ങുന്നു അതിക്ഷണത്തിൽ. പ്രിയരെ, ഹുസൈൻ റളിയല്ലാഹു ഇപ്പോൾ പോർക്കളത്തിലാണ്. ഉമർ സഅദിനെയും പട്ടാളക്കാരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനും എന്റെ കുടുംബവും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവനല്ല. 1000-ൽ പരം കത്തുകൾ നിങ്ങൾ അയച്ചു, പക്ഷേ ഞാൻ പുറപ്പെട്ടില്ല. അവസാനമായി നിങ്ങൾ ഒരു കത്തെഴുതി. ഇതാ ഈ നിൽക്കുന്ന ഉമർ സഅദിന്റെ തലതൊട്ടപ്പനായ യസീദിന്റെ ദുർഭരണം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ ഹുസൈനെ നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കുമെന്ന് എഴുതിയില്ലേ? ആ ഒരൊറ്റ കത്താണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. അതെ, നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടെന്ന് അറിയിച്ചതാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം വളരെ നന്നായി. എന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെയും നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയില്ലേ? എന്റെ പൊന്നുമോൻ അലിയാസറിനോട് പോലും നിങ്ങൾ കരുണ കാണിച്ചില്ല. ദാഹിച്ചു കരഞ്ഞ ആ പൊന്നുമോനെ നിങ്ങളുടെ മുന്നിൽ കിടത്തിയപ്പോൾ മൂർച്ചയുള്ള അമ്പ് കൊണ്ടല്ലേ നിങ്ങൾ ആ കുഞ്ഞിന്റെ ദാഹം തീർത്തത്? നിങ്ങൾ തിന്നും കുടിച്ചും കഴിയുമ്പോൾ നബി കുടുംബം ഇവിടെ പട്ടിണിയിലാണ്. പക്ഷികൾ പോലും യഥേഷ്ടം കുടിക്കുന്ന യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം എനിക്കും എന്റെ കുടുംബത്തിനും നിങ്ങൾ തടഞ്ഞു വെച്ചില്ലേ? സാരമില്ല, നാളെ നിങ്ങൾക്കും ഒരവസ്ഥ വരാനുണ്ട്. അന്ന് എന്റെ പിതാമഹന്റെ ഹൗദുൽ കൗസറിന്റെ അരികിൽ നിങ്ങളും വരാതിരിക്കില്ല. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹുസൈൻ റളിയല്ലാഹുവിന്റെ പാക്ഷരങ്ങൾ ശത്രുക്കളുടെ മനസ്സിൽ ആഞ്ഞു കയറി. പൊന്നുസൈനിൻ വാക്ക് സൈന്യം കേൾക്കണ്, നിന്ന് കേട്ട് കൽബ് വേദന കൂടണ്. എങ്കിലും ഉമർ സഅദ് രോഷം കൊള്ളണ്. എന്തടോ നിങ്ങൾ മിഴിച്ച് നിൽക്കണ്? പൊന്നുസൈനിൻ വാക്ക് സൈന്യം കേൾക്കണ്, നിന്ന് കേട്ട് കൽബ് വേദന കൂടണ്. എങ്കിലും ഉമർ സഅദ് രോഷം കൊള്ളണ്.